പറയുമ്പോൾ അതിനെ ഉടമ്പടി എന്ന് നമുക്ക് മലയാളത്തിൽ കാണാം, ധാരണ എന്ന് കാണാം, കരാറെന്ന് കാണാം. അതിനേക്കാളും ഒക്കെ ഉപരിയായി ഉഭയസമ്മതം. ഈ വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടോ? വിവാഹത്തിനെ കുറിച്ച് പറയുന്നതാണ് ഉഭയസമ്മതം എന്ന് പറയുന്ന വാക്ക്. When it comes to covenant, the meaning of covenant is something called agreement or a promise. Praise the Lord. ഇതാണ് ഈ covenant എന്ന വാക്കിന്റെ അർത്ഥം. നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് കാണാം. Covenant is a formal relationship or promise between two or more people. ഒന്നോ അതിൽ കൂടുതലോ രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ച് വന്ന് അവരൊരു ഫോർമൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അവരൊരു പ്രോമിസിലേക്ക് അടുത്തു വരുന്നതിനെയാണ് ഒരു കവനന്റ് എന്ന് വിളിക്കുന്നത്. നമുക്കവിടെ കാണുവാൻ കഴിയും മാരേജ്. ശ്രീജ അടുത്ത് ഒന്ന് പോകാമോ? മാരേജ് ഇസ് എ കവനന്റ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം മാരേജ് ഒരു കോൺട്രാക്ട് അല്ല, മാരേജ് ഇസ് എ കവനന്റ്. മാരേജ് ഇസ് നോട്ട് എ കോൺട്രാക്ട് ബട്ട് ഇറ്റ്സ് എ കവനന്റ്. നമുക്കറിയാം കോൺട്രാക്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സുമാരൊക്കെ ഇവിടെ വന്നേക്കുന്നത് 3 വർഷത്തെ കോൺട്രാക്ടിന്. ഈ കോൺട്രാക്ട് കഴിയുമ്പോൾ ഈ കോൺട്രാക്ട് പുതുക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ വിവാഹം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്ട് ബട്ട് എ കവനന്റ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ കവനന്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും കൂടെ, ഞാൻ ജിനു എന്ന് പറയുന്നില്ല, എനിക്കിന്ന് വീട്ടിൽ പോകേണ്ട ഉള്ളതുകൊണ്ട്, ഒരു ഭാര്യയും ഭർത്താവും കൂടെ കാറിൽ യാത്ര ചെയ്തുകൊണ്ട് സങ്കല്പിച്ചാൽ ഒരു സുന്ദരിയായ യുവതി റോഡ് ക്രോസ് ചെയ്യുന്നു. അപ്പൊ ഈ വാഹനം ഓടിക്കുന്ന ഭർത്താവിന് ഈ സ്ത്രീയെ അറിയാം, എവിടെ വെച്ചോ പരിചയം, ഒരുമിച്ച് ജോലി ചെയ്തായിരിക്കും. അപ്പൊ ആ സ്ത്രീയെ കണ്ടപ്പോ ആ സ്ത്രീ ചിരിച്ചു, ഈ പുരുഷനും ചിരിച്ചു. നിങ്ങൾ ആ സിറ്റുവേഷനിൽ ആ ഭാര്യയുടെ മുഖം ഒന്ന് ചിന്തിച്ച്, വല്ലാത്ത രൂക്ഷമായ ഒരു ഭാവത്തെ നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയും. നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല, പക്ഷെ ഞങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ ഭാര്യയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ വളരെ തീവ്രമായ ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഇത്ര പല്ലുണ്ടെന്ന് ഞാൻ ഇത്രയും നാൾ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ഇതുവരെ ഇങ്ങനെ എന്നെ നോക്കി ചിരിച്ചിട്ടില്ല, ഇത്യാദി ചോദ്യങ്ങൾ ആ സഹോദരിയിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. എന്താ ഇതിന്റെ കാര്യം? ബിക്കോസ് മാരേജ് ഇസ് എ കവനന്റ്. ഹല്ലേലൂയ. ആ കവനന്റ് ബ്രേക്ക് ആകുന്നത് ഈ ഒരു മണമടിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ആ കവനന്റിൽ ആയിരിക്കുന്ന വ്യക്തികൾ ഉണർത്തപ്പെടും, അവിടെ ചോദ്യങ്ങൾ ഉയരപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, വിവാഹം ഇസ് നോട്ട് എ കോൺട്രാക്ട് ബട്ട് ഇറ്റ്സ് എ കവനന്റ്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? അതുകൊണ്ടാണ് വിവാഹ സമയത്ത് ഇങ്ങനെ പറയുന്നത്, ഫോർ ബെറ്റർ, ഫോർ വേഴ്സ്, ഫോർ റിച്ചർ, ഫോർ പോറർ, ഇൻ സിക്നസ് ആൻഡ് ഇൻ ഹെൽത്ത്, ടു ലവ്, ടു ചെറിഷ്, ടിൽ ഡെത്ത് ഡു us part. ഹല്ലേലൂയ. വിവാഹം വേർപിരിയുന്നത് മരണം കൊണ്ട, സുന്ദരിയായ വേറൊരു യുവതി കൊണ്ടല്ല, സുന്ദരനായ വേറൊരു യുവാവിനെ കൊണ്ടല്ല, വേറൊരു ബാങ്ക് അക്കൗണ്ട് കൊണ്ടല്ല, മറ്റു പലതുകൊണ്ടുമല്ല വിവാഹബന്ധം വേർപിരിയുന്നത്, അത് മരണം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നാം തിരുവചനത്തിൽ കാണുമ്പോൾ ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും, ഉഭയസമ്മതം. ഹല്ലേലൂയ. അവിടെ അതിശക്തമായ ഒരു കവനന്റിനെ നമുക്ക് കാണുവാൻ കഴിയും. വിവാഹത്തിലായിരിക്കുന്ന ആ കവനന്റിലായിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്നത് അതിതീവ്രമായ ഒരു ബന്ധത്തെയാണ് എന്ന് ഇന്ന് പകലിൽ നാം തിരിച്ചറിയണം. പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം ക്ഷമിക്കുവാൻ, പരസ്പരം കൈതോർത്ത് പിടിക്കുവാൻ കർത്താവ് നമ്മളെ ഈ ലോകത്ത് ഒരു കവനന്റിലാക്കി വെച്ചതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പങ്കാളിയുടെ കുറവ് കാണരുത്. പ്രൈസ് ദി ലോർഡ്. ആ പങ്കാളിയുടെ കഴിവ് കണ്ട്, ആ പങ്കാളിയുടെ ഹല്ലേലൂയ ആ തനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ കവനന്റ് ബന്ധം ബലപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഒരു വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 6 വേഴ്സസ് 17 to 22. നമുക്ക് ആ വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 6-ാം അധ്യായം അതിന്റെ 17 മുതൽ നിനക്ക് എന്റെ കൃപയുണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവിടെ വായിച്ചതിനകത്ത് 18-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബട്ട് ഐ വിൽ എസ്റ്റാബ്ലിഷ് മൈ കവനന്റ്
with you. ഇവിടെ ഇന്ന് ഈ മെസ്സേജ് സെക്ഷനിൽ നാം മലയാളം ബൈബിളിൽ എവിടെയൊക്കെ നിയമമെന്ന് കാണുന്നോ അവിടെയൊക്കെ കവനന്റ് എന്ന് നാം വായിക്കണം. എവിടെയൊക്കെ നിയമമെന്ന് നാം കാണുന്നോ അവിടെയൊക്കെ ഉടമ്പടി എന്ന് വായിച്ചു വേണം ഇതിൽ നിന്ന് നാം മുമ്പോട്ട് പോകാൻ. ഹല്ലേലൂയ. ഇവിടെ യഹോവയായ ദൈവം നോഹയുടെ മുൻപിൽ കടന്നു വന്നിട്ട് പറയുന്നു, I am going to destroy all the earth, but I am going to make you a covenant with you. Praise the Lord. Hallelujah. ഇവിടെ നോഹയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്കറിയാം നോഹയ്ക്ക് യഹോവയെങ്കിൽ നിന്ന് കൃപ ലഭിച്ചു. അത് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ഈ കൃപ ലഭിച്ചു? ഹി വാസ് പ്യൂർ ഇൻ ദ ജനറേഷൻ എന്ന് പല വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാം. പ്യൂർ ഇൻ ബ്ലഡ് എന്ന് കാണാം, പ്യൂർ ഇൻ ഹാർട്ട് എന്ന് കാണാം. പക്ഷെ ഇതിന്റെ ഒരു ബേസ് കാരണം എന്താണ്? വൈ നോവ റിസീവ്ഡ് എ സ്പെഷ്യൽ ഗ്രേസ് ഇൻ ഹിസ് ജനറേഷൻ എന്നുള്ള ഒരു വിഷയത്തെ പറ്റി ചിന്തിച്ചപ്പോൾ അതിന്റെ ഒരു ഉത്തരം കിടക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 5 വേഴ്സസ് 28 and 29. ഉൽപ്പത്തി 5-ാം അധ്യായം അതിന്റെ 28ഉം 29ഉം വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 28ഉം 29ഉം വാക്യങ്ങൾ. Praise the Lord. 28ാം വാക്യത്തിൽ now we are going to see how Noah received a special grace from the Lord Jehovah. In Genesis chapter 5 verses 28 and 29 it says, ലാമേക്കിന് 185 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. ലാമേക്കിന് ഒരു മകൻ ജനിച്ചു. ആ മകന്റെ പേരാണ് നോവ. ലാമേക്ക് എന്ന ഒരു അപ്പനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ ഈ ലാമേക്ക് എന്ന അപ്പന് പറയാൻ ഒരു കാര്യമുണ്ട്. എന്റെ മുതുമുത്തച്ഛൻ ഹല്ലേലൂയ ആദാം പാപം ചെയ്തു, ഭൂമി ശപിക്കപ്പെട്ടു. ഭൂമിയോടുള്ള ശാപം എന്തായിരുന്നു? ഇനി മുള്ളും പറക്കാരെയും ഇവിടെ നിന്ന് മുളയ്ക്കും, അതിന്റെ ഫലം കൊടുക്കുകയില്ല. പിന്നെ പറയാനുണ്ട്, എനിക്ക് കയ്യിൽ എന്ന് പറയുന്ന ഒരു ചേട്ടച്ചാൻ അല്ലെങ്കിൽ ഒരു വല്യപ്പൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ സഹോദരനെ തല്ലിക്കൊന്നു. ഭൂമി വീണ്ടും ശപിക്കപ്പെട്ടു. അതിന്റെ ഫലം തരാതെ നിൽക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഇതാ ലാമേക്ക് എന്ന് പറഞ്ഞ ഒരു പിതാവ് എഴുന്നേറ്റു. ആ പിതാവ് തനിക്ക് ഇപ്പോൾ ജനിച്ച പുത്രനെ നോക്കി ഒരു അനുഗ്രഹ പദം എന്ന് പറഞ്ഞു. അതാണ് 29 എഴുതിയിരിക്കുന്നത്. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈയുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. അത് പേരിന്റെ അർത്ഥത്തെക്കാൾ ഉപരി ഒരു അപ്പന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്ന അനുഗ്രഹ പദങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ നോഹ യഹോവയുടെ സന്നിധിയിൽ നിന്ന് കൃപ പ്രാപിക്കുവാൻ ഇടയായത്. ഇന്നെ കാണുന്ന കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, പ്രത്യേകിച്ച് പിതാക്കന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ച് യേശുവിന്റെ നാമത്തിൽ ഓരോ ദിവസവും നമുക്ക് അവരെ അനുഗ്രഹിക്കാം. ഇന്ന് നമ്മുടെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന അനുഗ്രഹ പദങ്ങൾ നാളെ അവരെ ഗ്രേസിലേക്ക് നടത്തും. യഹോവയെങ്കിൽ നിന്ന് കൃപ അവർ നാളുകളിൽ പ്രാപിക്കണമെങ്കിൽ അവർ ചെറുതായിരിക്കുമ്പോഴേ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പൊതിയുന്നു, തന്റെ രക്തത്തിൽ മറയ്ക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകാതെ അവർ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവനെ രക്ഷിക്കേണ്ടതിന് കവനന്റുമായി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് സഭകളിൽ, സമൂഹങ്ങളിൽ നട്ടലുള്ള അപ്പന്മാർ ഇല്ലാതെ പോകുന്ന ഒരു വല്ലാത്ത അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്തിന്റെ സ്ഥിതി ഇങ്ങനെ ആകാനുള്ള കാര്യം they were lacking in strong fathers. Family don't have strong fathers. Society don't have strong fathers. Hallelujah. ഒരു റോൾ മോഡലിന് കുഞ്ഞുങ്ങൾക്ക് നോക്കുവാൻ ഭവനത്തിൽ കരുത്തുള്ള ഒരു അപ്പനില്ലാതെ പോയതാണ് പല സമൂഹങ്ങളും തകർന്നു പോകുവാൻ ഇടയായിത്തീരുന്നത്. സഹോദരന്മാരെ, നിങ്ങളെ രണ്ടാം കിടയാക്കിയല്ല ഞാൻ പറയുന്നത്. തിരുവചനത്തിന്റെ വാക്യപ്രകാരം, തിരുവചനത്തിന്റെ തെളിവുകൾ പ്രകാരം ഒരു കുടുംബത്തെ നിയന്ത്രിക്കുന്നത് അപ്പനാകയാൽ അപ്പന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ അപ്പന്റെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾക്ക് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ഇമ്പാക്റ്റുകളെ വരുത്തുവാൻ കഴിയും. നോഹയ്ക്ക് കൃപ ലഭിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരപ്പൻ വിളിച്ച് അനുഗ്രഹിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിനി ജെനസിസ് 6:18 വരാം. നമുക്ക് വേഴ്സസ് 5 വേഴ്സസ് പതുക്കെ ഒന്ന് ചിന്തിക്കാം. ആ 18ാം വാക്യം ഒന്ന് വായിക്കാമോ? നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. നോവ, I am going to establish a covenant with you. വായിച്ചാട്ടെ. In verses 18, Lord Jehovah came and he said to Noah,
I will establish my covenant with you. എനിക്ക് നിന്നോടൊരു നിയമം ചെയ്യുവാനുണ്ട്. അടുത്ത പദം എഴുതിയിരിക്കുന്നത് കണ്ടോ? ഹല്ലേലൂയ. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. ദൈവം ഒരുവനോട് ഒരു നിയമം ചെയ്താൽ, ഒരു കവനന്റിൽ എത്തിയാൽ, that includes all his family and all his possessions. Praise the Lord. If you have a covenant with the Lord Jesus Christ, that includes your unbelieving husband, your unbelieving children, all your possessions will come under the covenant. Hallelujah. അവിശ്വാസിയായ ഭർത്താവ് ആ കവനന്റിൽ ഓൾറെഡി ഉൾപ്പെടും. അല്ലെങ്കിൽ മക്കൾ, praise the Lord, അശുദ്ധരെന്ന് വരും. നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ 7:14. അതൊന്ന് നിർത്തി വായിക്കാമോ വേഗത്തിൽ? 1 കൊരിന്ത്യർ 7:14. ഭർത്താവ് ഭാര്യ മുഖാന്തരം, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. ഇരിക്കാമെന്നല്ല, ഇരിക്കുന്നു. വായിച്ചാടേച്ചി. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും. ഇന്ന് ഈ മൈക്കം പിടിച്ചു നിൽക്കുന്ന ഞാൻ അശുദ്ധനെന്ന് വരും. കാരണം എന്റെ അപ്പൻ ഇതൊരു രക്ഷപ്പെട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്റെ അമ്മയ്ക്ക് എന്റെ ദൈവമായ ഒരു കവനന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വിശുദ്ധനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിന്റെ അർത്ഥം ഭയങ്കര ഡീപ്പാ. ഇഫ് ഒരു സഹോദരി ഒരു ഭവനത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ ഒരു കവനന്റിലേക്ക് ഇറങ്ങിയാൽ അവിശ്വാസിയായ ഭർത്താവ് ഓട്ടോമാറ്റിക്കലി വിശുദ്ധീകരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ഈ അവിശ്വാസിയായ ഭാര്യയും അല്ല ഭർത്താവും ഭാര്യയുള്ള വീട്ടിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ അമ്മച്ചി കിടന്ന് കരച്ചില്ല, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഈ അച്ചായൻ പോയി മെഴുകുതിരകത്തി കാര്യങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അച്ചായൻ പറയും മാതാവ് സെറ്റാ, മാതാവിന് ഭയങ്കര കരുത്താ, നീ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ഇതിന്റെ യഥാർത്ഥ കാരണം ഭാര്യ വില കൊടുത്തത് കൊണ്ട്, മോനെ നീ വിശുദ്ധീകരിക്കപ്പെട്ടത് കൊണ്ടാണ്. നിന്റെ കഴിവല്ല, നീ മെഴുകുതിരി കത്തിച്ചത് കൊണ്ടല്ല, നീ ഉരുണ്ടത് കൊണ്ടല്ല, നീ മുട്ടുമ്മ മല കയറിയത് കൊണ്ടല്ല, നിന്റെ ഭാര്യ കരഞ്ഞത് കൊണ്ട് ദൈവം നിന്നെ വിശുദ്ധീകരിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആരെങ്കിലും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറന്നു പോകരുത്. യു ആർ ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് യുവർ ഹൗസ് ആൻഡ് യു ഹാവ് എ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വായിച്ചത്, when God establishes covenant with you, your family and all your possessions are included in it. മറക്കരുത്, ഒരമ്മ തന്നെ ഇറങ്ങിയാൽ മക്കൾ വന്നിരിക്കും. ഒരപ്പൻ തന്നെ ഇറങ്ങിയാൽ ഭാര്യയും മക്കളും വന്നിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നോഹയോട് പറയുന്നുണ്ട്, നിന്നോട് ഞാനൊരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യയും പെട്ടകത്തിൽ കടക്കണം. യു ഷാൾ എൻറ്റർ ദ ആർക്ക്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണമേ, covenant comes with conditions. Praise the Lord. ഒന്നുകൂടെ പറയാം, covenant comes with conditions. covenant കണ്ടീഷനോടുകൂടെ വരികയുള്ളൂ. ഒരു ഉടമ്പടി ഉണ്ടെങ്കിൽ ആ ഉടമ്പടിക്ക് നിയമവലികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോഹേ, എനിക്ക് നീയുമായിട്ട് ഒരു കവനന്റ് വേണം. നോഹ, ഐ വാണ്ട് ടു മേക്ക് എ കവനന്റ് വിത്ത് യു, ബട്ട് യു ഷാൽ എൻറ്റർ ദ ആർക്ക്. കവനന്റ് നടപ്പിലാകണമെങ്കിൽ നീ പെട്ടകത്തിനുള്ളിൽ കടക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ കർത്താവായ യേശുക്രിസ്തുവുമായി ഒരു കവനന്റിലേക്ക് വരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വഴിക്ക് കർത്താവ് വരത്തില്ല. യു ഷാൽ എൻറ്റർ ദ ആർക്ക്. സ്നാനം ഒരു കവനന്റ് ആണ്. Praise the Lord. മറന്നു പോകരുത്, സ്നാനം, baptism is a covenant. Unless you are not coming inside the covenant, you are not going to see the glory of God. എനിക്കറിയാം വാക്കുകൾ തീവ്രതയേറിയ, but that's a fact and truth of the Bible. You shall enter the ark. പുതിയ നിയമ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ you shall enter the ark എന്ന് പഴയ നിയമത്തിൽ പറയുന്നത് you shall get baptized in waters and in Holy Spirit. Hallelujah. Covenant comes with conditions. കണ്ടീഷൻ ഇല്ലാതെ ദൈവം ഒരിക്കലും ഒരു വ്യക്തിയുമായി കവനന്റ് നടപ്പിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. 19 വാക്യം ഒന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ജീവ രക്ഷയ്ക്കായി പെട്ടകത്തിൽ കടക്കണം.
Noah, why you should get inside the ark? Because there is salvation inside the ark. പുതിയ നിയമ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന വിശ്വാസിയെ, why you should get baptized in water? Because there is salvation in it. Praise the Lord. നിനക്ക് രക്ഷ വരണമെങ്കിൽ നീ പെട്ടകത്തിൽ കടക്കണം. You have to get baptized in the water in the name of Father, Son and the Holy Spirit, so that you can receive the salvation in complete. Praise the Lord. കർത്താവിനെ രക്ഷിതാവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ രക്ഷ നമ്മുടെ ജീവിതത്തിൽ വന്നു. എന്നാൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, അടുത്ത സ്റ്റെപ്പ് ജലത്തിൽ അത് സാക്ഷീകരിക്കുകയാണ്, അത് കവനന്റ് ഉറപ്പിക്കുകയാണ്. മുങ്ങി പൊങ്ങുമ്പോൾ നീ ഒരു പുതിയ സൃഷ്ടി. നീ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ പാപത്തോടുകൂടെ ഇറങ്ങുന്നു. നീ മുങ്ങുമ്പോൾ നിന്റെ പാപത്തെ ആ ക്രൂശിലേക്ക് നീ കളയുന്നു. നീ പൊങ്ങുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ തേജസ്സോടെ നീ പുറത്തു വരുന്നു. That will establish the covenant for a New Testament person. Hallelujah. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? നീ പെട്ടകത്തിനുള്ളിൽ കടക്കേണ്ടുന്ന ആവശ്യം രക്ഷ പെട്ടകത്തിനുള്ളിലാണ്. ലോയെ, I want to make a covenant, but there are some conditions you have to go through, you have to follow. Praise the Lord. നോഹയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഈ കവനന്റുമായി ബന്ധപ്പെട്ട് അടുത്തൊരു വിഷയമുണ്ട്. ഉൽപ്പത്തി, ജെനസിസ് ചാപ്റ്റർ 15 വേഴ്സസ് 18 ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 15:18 ഒന്ന് വായിക്കാമോ? അതല്ല സിസ്റ്റർ, അത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോയിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഴ്സസ് പിന്നെ പറയാം. അടുത്തതായി ജലപ്രളയത്തിന് ശേഷം 9:18 9:18 വായിക്കാം മാസ്റ്റർ. വായിച്ചാട്ടെ, അതിന്റെ ബാക്കി ഒന്ന് വായിച്ചോട്ടെ സിസ്റ്റർ. 9:9 വായിച്ചേ സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഈ കവനന്റ് റിലേഷൻഷിപ്പിനകത്ത് വന്ന നോഹ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തതിന് ശേഷം, ഈ ജലപ്രളയത്തിന് ശേഷം യഹോവയായ ദൈവം കടന്നു വന്ന് നോഹയോട് പറയുന്ന കാര്യം ഇതാ, നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും 10-ാം വാക്യത്തിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ട് പറയുന്നു, ഞാനൊരു നിയമം ചെയ്യുന്നു. There is generational blessing in a covenant. മറന്നു പോകരുത്, ഒരു അമ്മ ദൈവവുമായി കവനന്റിൽ വന്നാൽ the generations will be blessed. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് അസാധാരണമായി ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാർക്ക് എല്ലാവർക്കും പറയാനുണ്ട്, ഹല്ലേലൂയ, ചാണകം മെഴുകിയ പാത അല്ലെങ്കിൽ തറയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരപ്പന്റെയും ഒരമ്മയുടെയും കഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തകർന്ന് തരിപ്പണമായി ബസ് സ്റ്റാൻഡിൽ കിടന്ന ഒരു കുടുംബത്തിന്റെ കഥ. ഇന്ന് നീ ഒരു കവനന്റിൽ വന്നാൽ generations will be blessed. When you come inside a covenant with the Lord Jesus Christ, there will be generational blessing. ഇന്ന് നീ പ്രതികൂലത്തിലൂടെ പോയിരിക്കാം, ഇന്ന് നിന്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ കാലങ്ങൾക്കപ്പുറം നിന്റെ തലമുറ എഴുന്നേറ്റ് നിന്ന് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരമ്മയുണ്ടായിരുന്നു. നിന്റെ തലമുറകൾ എഴുന്നേറ്റ് നിന്ന് പറയും, എനിക്ക് വേണ്ടി ഉപവസിച്ച ഒരപ്പനുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ഉപവസിച്ച ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. There is generational blessing inside the covenant with God. Hallelujah. Praise the Lord. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് God's covenant with Abraham. ആദ്യം നമ്മൾ കണ്ടത് നോഹയുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടിയെ നമ്മൾ കണ്ടു. അടുത്തത്, ഹല്ലേലൂയ, വാക്യങ്ങളൊന്നും തെറ്റത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, God's covenant with Abraham. അബ്രഹാമുമായിട്ടുള്ള ദൈവത്തിന്റെ ഉടമ്പടി നമുക്ക് ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 15:18. Praise the Lord. ഇത്
യഹോവയായ ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമത്തെ അല്ലെങ്കിൽ ഉടമ്പടിയെ, ഒരു കവനന്റ് റിലേഷൻഷിപ്പിനെ നമുക്ക് കാണാൻ കഴിയും. The verses we read now is the verses which shows us the Lord Jehovah had made a covenant with Abraham. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനു മുമ്പ് ഒരിക്കലും അബ്രഹാമുമായി യഹോവയായ ദൈവം ഒരു കവനന്റ് ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല. 15-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലാണ് യഹോവയായ ദൈവം ഇറങ്ങി വന്ന് ഒരു കവനന്റിന്റെ കാര്യം പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, തന്റെ സ്വദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് യഹോവയായ ദൈവം അബ്രഹാമിനെ അയച്ചു. അബ്രഹാം പോയി, അവിടെ അനുസരിച്ചു. വീണ്ടും ഒത്തിരി വാഗ്ദത്തങ്ങൾ അബ്രഹാമിനോട് പറഞ്ഞു. നിന്റെ സന്തതി കടൽക്കരയിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഇരിക്കുമെന്ന് പറഞ്ഞ് നീ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അനേകം വാഗ്ദത്തങ്ങൾ അബ്രഹാമിന്റെ മുൻപിൽ ഇങ്ങനെ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അവിടെ കാണുന്നു, അബ്രഹാമിന്റെ വാഗ്ദത്തകാലം അടുക്കുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ ലോത്ത് തന്നെ പിരിഞ്ഞ സാഹചര്യത്തിന് ശേഷം യഹോവയായ ദൈവം ഇറങ്ങി വന്നു. മോനെ, ഒരു ഉടമ്പടി വേണം. എന്താ ഇതിന്റെ കാര്യം? കർത്താവേ, ഇതിന്റെ മുമ്പിൽ ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ. വൈ യു ആർ സോ ലേറ്റ് ടു കം ഇൻ ഫ്രണ്ട് ഓഫ് അബ്രഹാം ആൻഡ് ടു മേക്ക് എ കവനന്റ്? കർത്താവിന്റെ ഒരു കാര്യം പറയാനുണ്ട്. There are too many promises, but a covenant, inside the covenant only the promises will be fulfilled. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ അത് കവനന്റിനുള്ളിൽ മാത്രമേ നിവർത്തീകരിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഭാഗികമായ വിടുതലുകൾ പലപ്പോഴും നമ്മൾ കാണും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കേട്ട വാഗ്ദത്തത്തിന്റെ ആ ഒരു ക്രീം ഉണ്ടല്ലോ, നമ്മൾ കേട്ട വാഗ്ദത്തത്തിന്റെ ആ ഒരു എന്നാ പറയുന്നത്, നമ്മൾ കേട്ട വാഗ്ദത്തത്തിന്റെ ആ ഒരു റിയൽ ഇമ്പാക്ട് അത് പുറത്തു വരുന്നത് once you are only inside a covenant with God. അബ്രഹാമെ, നീ വിശ്വസിച്ചു, നീ ഇറങ്ങി, നീ അനുസരിച്ചു. സത്യം. പക്ഷെ നീ കേട്ട വാഗ്ദത്തം അതിന്റെ പൂർണ്ണതയിൽ നിവർത്തീകരിക്കണമെങ്കിൽ you should come with me in a covenant. Hallelujah. അവിടെ ഇങ്ങനെ പറയുന്നത്, promises will be fulfilled only inside a covenant. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം വിശ്വാസിയായിരിക്കാം, രക്ഷിക്കപ്പെട്ടിരിക്കാം, സ്നാനപ്പെട്ടിരിക്കാം, ആരെങ്കിലും ബോധിപ്പിക്കാനൊക്കെ ചർച്ചിൽ വന്നെന്നിരിക്കാം. പക്ഷെ ദൈവവുമായി നീ ഒരു ഉടമ്പടി ബന്ധത്തിൽ വരാതെ ഇരിക്കുന്നിടത്തോളം ആ പൂർണ്ണതയിലേക്ക് നിനക്ക് എത്തുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, യഹോവയായ ദൈവത്തിന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, നോവേ, നീ ഒരു പെട്ടകം ഉണ്ടാക്കുന്ന അങ്ങോട്ട് പറഞ്ഞാ പോരെ? എന്തിനാ ആദ്യം പറഞ്ഞത്? ഞാനൊരു ഉടമ്പടിക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, പറയുന്നത് കേൾക്കുന്നവനും പറയുന്നത് കേൾക്കുന്നവനും തമ്മിലുള്ള ഒരു മാറാനാകാത്ത ബന്ധത്തെ കാണിക്കുന്നു. ഉഭയസമ്മതം എന്ന് പറയുന്നത് പോലെ, ഹല്ലേലൂയ, പരസ്പരം ബഹുമാനിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും ചെവി കൊടുക്കുവാനും കഴിയുന്ന ഒരു ബന്ധം. ഇന്ന് നാം ആത്മീകത്തിൽ ഏത് ലെവലിലായിരിക്കുന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവേ, ഒരു ബേസ് ലെവലിൽ ഞാൻ നിൽക്കുന്നെങ്കിൽ എനിക്ക് അടുത്ത പടിയൊന്ന് ഉയരണം. ഒരു ഉഭയസമ്മതത്തിന്റെ മേഖലയിലേക്ക്, ഒരു കവനന്റ് റിലേഷൻഷിപ്പിലേക്ക്. ഇവിടെ മനസ്സിലാക്കണം, കവനന്റ് റിലേഷൻഷിപ്പിൽ ആയിരുന്ന വ്യക്തിയുടെ മുൻപിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചു. Praise the Lord. Because there is a covenant which connects them. Hallelujah. ഞാൻ പറയുന്ന ആഴ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യഹോവയായ ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചു. ഈ കവനന്റിന് ശേഷം പല പ്രാവശ്യം ഇറങ്ങി വന്ന് സംസാരിച്ചു. എന്താ? ഒരു നൂല് പോലെ. There is a covenant which connects both of them. നമ്മെ കണക്ട് ചെയ്യുന്ന ഒരു കവനന്റ് ഉണ്ടെങ്കിൽ യഹോവയായ ദൈവം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അത് ജലപ്രളയത്തിന് മുൻപാണെങ്കിലും വിടുവിക്കുവാൻ ഇറങ്ങി വരുന്നവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് 4 രാജാക്കന്മാരെ തോൽപ്പിക്കേണ്ട സാഹചര്യത്തിലാണെങ്കിലും ഇറങ്ങി വരുന്ന ഒരുത്തനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് യഹോവയായ ദൈവം കടന്നു വന്ന് പറഞ്ഞു, അബ്രഹാമേ, if you want to see the promises, come to a covenant with me. Praise the Lord. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കണമേ, ആ 15-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? Genesis chapter 15 verses 11. മതി. ഇവിടെ എന്താ സാഹചര്യം എന്നറിയാമോ? ലോർഡ് want to make a covenant with him. അവിടെ ഒരു യാഗപീഠം പണിയപ്പെട്ടു. There was an altar was made.
അവിടെ യാഗമൃഗങ്ങളെ അറുത്തു. ഹല്ലേലൂയ. അതിങ്ങനെ വെച്ചപ്പോൾ തിരുവചനം പറയുന്നു, ഇത് റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഉപവസിക്കുന്നത് നല്ലതാ, പക്ഷെ പിശാചിനെ ഭയപ്പെടുത്താമെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. പക്ഷെ നീ ഒരു കവനന്റ് റിലേഷൻഷിപ്പിലായാൽ പിശാച് ഭയപ്പെടും. അബ്രഹാം അൽത്താറിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ യാഗപീഠത്തിൽ യാഗമൃഗങ്ങളെ വെച്ചപ്പോൾ പിശാചിന് മനസ്സിലായി യഹോവയായ ദൈവം ഇറങ്ങി വരും. അവിടെ ഒരു കവനന്റ് ഉണ്ടാകും. അവിടെ കവനന്റ് വന്നാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദാമിനെ ഞാൻ വീഴ്ത്തി. ഹല്ലേലൂയ. നോഹയ്ക്ക് വലിയതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അടുത്തത് കണ്ടത് അബ്രഹാമിനെ. അവൻ അറിയാം ഒരു കവനന്റിന് വേണ്ടി ഇറങ്ങി വരും. ഇതിനെ തകർത്ത് കളയുവാൻ ഇത് റാഞ്ചൽ പക്ഷി. അബ്രഹാം ഇവിടെ എഴുതിയിരിക്കുന്നു, അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു കവനന്റിൽ നാം ആയിരിക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ കിടുകിട വിറക്കും. കവനന്റ് എന്ന് പറഞ്ഞാൽ there is a mission for that person in this earth, and the Satan will tremble when he see a person inside the covenant. ഒരു കവനന്റിൽ ആയിരിക്കുന്ന വ്യക്തിയെ കാണുമ്പോഴാണ് പൈശാചിക മണ്ഡലങ്ങൾ കിടുകിട വിറയ്ക്കുന്നത്. കാരണം he is walking with that mission in the land where the Satan says I will rule, I will rule. No, he will not. If you have a covenant in this land, you will rule here. Hallelujah. Praise the Lord. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? Satan hates our covenant relationship with God. Hallelujah. നമ്മൾ വായിക്കേണ്ട ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 16-17 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, 3 ദൂതന്മാരെന്ന് ആദ്യം എഴുതിയിരിക്കുന്നു. അവർ അബ്രഹാമിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. കുറെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അതിനുശേഷം അവർ സോദോം ഗൊമോറ നശിപ്പിക്കുവാനായി കടന്നു പോകും. അബ്രഹാം അവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന കഴിക്കുന്ന ഒരു സംഭവം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇത് വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ പല വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. അബ്രഹാം എന്ന് പറഞ്ഞ ദൈവത്തെ അനുസരിച്ച മനുഷ്യനൊരു പട്ടണത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് അവനോട് പറയാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ആ ആശയത്തെക്കാൾ അധികമായി ഒരു കവനന്റ് റിലേഷൻഷിപ്പിൽ നീ ആയിരിക്കുമ്പോൾ God will reveal the plans for the nations. Hallelujah. ഇതൊരു മർമ്മമാകട്ടോ. ഇത് സഭയ്ക്കൊരു മർമ്മമാണ്. If the church is in a covenant with God, ഈ സഭ അറിയാതെ ഈ ദേശത്ത് ഒരു കരിയിലെ അനങ്ങത്തില്ല. Praise the Lord. If your house is in a covenant with God, നിങ്ങളുടെ പരിസരങ്ങളിൽ praise the Lord ഒരു ഇല നിങ്ങൾ അറിയാതെ അനങ്ങത്തില്ല. നിങ്ങൾ പല ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവമേ അവരുടെ വലിയ ആഗ്രഹം ഈ ദേശത്ത് ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കരുത്. ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തപ്പോഴാണ് അതിന്റെ ആഴം എനിക്ക് മനസ്സിലാകുന്നത്. സഭയായി ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, come on church, let us come inside a covenant with God so that നമ്മൾ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. Praise the Lord. അബ്രഹാം ഒരു കവനന്റിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു ദേശത്തെ കുറിച്ചുള്ള പദ്ധതി യഹോവയായ ദൈവം തന്റെ മുൻപിൽ റിവീൽ ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതായിരുന്നു അബ്രഹാമുമായി ദൈവം ചെയ്ത കവനന്റിന്റെ പ്രത്യേകത. ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമല്ലേ. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് നമുക്ക് ഗോഡ്സ് കവനന്റ് വിത്ത് മോസസ് എന്നുള്ള ആ ഒരു അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ആർക്കെങ്കിലും വായിക്കാമോ? പുറപ്പാട് 24-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ, പുറപ്പാട് 24-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഈ ആശയം നിങ്ങൾക്ക് പ്രയോജനമാണോ ഇന്ന് പകൽ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ സാഹചര്യം? അബ്രഹാം നോഹയുമായിട്ട് ഉടമ്പടി ഉണ്ടായിരുന്നു, അബ്രഹാമായിട്ട് ഉടമ്പടി ഉണ്ട്. പക്ഷെ കാലത്തിന്റെ പോക്കിൽ തലമുറകൾ യഹോവയായ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുകയും നിയമത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മോശയുടെ കാലഘട്ടം വന്നപ്പോൾ ഇതാ there is a confirming the covenant അല്ലെങ്കിൽ re-establishing the covenant. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഒന്നുകൂടെ വായിക്കാമോ ആ വാക്യങ്ങൾ? ആദ്യം 6 മുതൽ. മോശ, ഞാൻ വായിച്ചോളാം. മോശ രക്തത്തിൽ പകുതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ച് രക്തത്തിൽ പകുതി യാഗപീഠത്തിൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്തു ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്റെ മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. ഇത് ഈ ഒരു കവനന്റ് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് നമ്മൾ ഈ ഒരു കാര്യത്തിലൂടെ പൊക്കോണ്ടിരിക്കുന്നത്? കവനന്റ്
കവനന്റിൽ ആയിരുന്ന ആരെങ്കിലും ഇപ്പോൾ കവനന്റിൽ അല്ലെങ്കിൽ, യു ഹാവ് എ ചാൻസ് ടു റീഎസ്റ്റാബ്ലിഷ് യുവർ കവനന്റ് വിത്ത് ഗോഡ്. ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട ചിന്തയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ആത്മീയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പലപ്പോഴും പാകപ്പിഴകൾ വന്നു പോകും. വാക്കുകൾ അല്ലെങ്കിൽ നോട്ടങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ. മറക്കരുത്, ഗിൽറ്റ് നമ്മളെ കൊന്നുകളയരുത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്നവനും കരുണയുള്ളവനും കൃപയുള്ളവനുമാണ്. കവനന്റ് റിലേഷൻഷിപ്പിൽ ആയിരുന്ന ആരെങ്കിലും കവനന്റിൽ നിന്ന് മാറിപ്പോയാൽ ഇന്നു പകൽ അതിനെ ഒന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ എവിടെയെങ്കിലും വീഴ്ച പറ്റിപ്പോയിട്ടുണ്ട്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മടങ്ങി വരാൻ സമയമുണ്ട്. കാഹളം ധ്വനിക്കുന്നത് വരെ സമയമുണ്ട്. ബട്ട് ഡോണ്ട് ടേക്ക് ദാറ്റ് ഫോർ ഗ്രാൻഡ്. ഹല്ലേലൂയ. നമുക്ക് സമയമുണ്ട്. അത് തക്കത്തിൽ ഉപയോഗിച്ച് ആ ഒരു കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് മടങ്ങി വരാം. പുറപ്പാട് പുസ്തകം 24 അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. എങ്ങനെ? ഈ രക്തം എടുത്ത് അവർ നിയമത്തെ അല്ലെങ്കിൽ ഈ ഒരു ഉടമ്പടിയെ റീഎസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം മോശ ഹല്ലേലൂയ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. പ്രൈസ് ദി ലോർഡ്. മോശ കയറി പോയത് കൊണ്ടല്ല സീനായി പർവ്വതത്തിൽ തേജസ് വ്യാപരിച്ചത്, ജനം വീണ്ടും കവനന്റിലേക്ക് വന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ആരും ഇടുന്ന ഉടുപ്പിന്റെ കളർ കൊണ്ടല്ല ഇവിടെ സാന്നിധ്യം വ്യാപരിക്കുന്നത്. ഇവിടെ നമ്മൾ ആരും ചെയ്യുന്ന ജോലിയുടെ മഹാത്മ്യം കൊണ്ടല്ല ഇവിടെ സാന്നിധ്യം വ്യാപരിക്കുന്നത്. കവനന്റിൽ ആയിരിക്കുന്ന ജനം ഒരുമിച്ച് കൂടുമ്പോൾ ഇതാ സീനായി പർവ്വതത്തിൽ സാന്നിധ്യം വ്യാപരിച്ചതുപോലെ സഭയ്ക്കുള്ളിലും സാന്നിധ്യം വ്യാപരിക്കും. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മേഘം 6 ദിവസം ദൈവ തേജസ്, ലിറ്ററൽ സാന്നിധ്യം 6 ദിവസം മേഘത്തെ മൂടിയിരുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മല കയറുമ്പോൾ മോശ അങ്ങ് തളർന്നു. എന്നാൽ സാന്നിധ്യം വ്യാപരിച്ചപ്പോൾ മോശയിലേക്ക് ഒരു പുതിയ ദൈവശക്തി വ്യാപരിച്ചു. അതവിടെ എഴുതിയിരിക്കുന്നത് 6 ദിവസം മോശെ നിന്നെ തളർത്തിയ മലയെ ഞാൻ മൂടുകയാണ്. ഹല്ലേലൂയ. Hallelujah. Glory and manifestation of God comes only inside the covenant. Praise the Lord. മറ്റുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ സുഖമാണ്, പക്ഷെ ഇത് അനുഭവിക്കുമ്പോഴാണ് അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാകുന്നത്. മറ്റുള്ളവർ ഇത് ചുമ്മാതാ വെറുതെയാ നേരം നോക്ക പറയും, പക്ഷെ അനുഭവിക്കുന്നവൻ അറിയാം. സ്വർഗസ്ഥനായവന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, തേജോമയന്റെ സാന്നിധ്യം മുറിക്കുള്ളിൽ ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, തേജോമയന്റെ സാന്നിധ്യം ചർച്ചിൽ ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, അപ്പൊ ആരാധിച്ചു പോകും. ആരാധിക്കാത്തവനെ മനുഷ്യനെ എങ്ങനെ വിളിക്കുവാൻ കഴിയും? ആരാധ്യനായി ഒരുത്തനേ ഉള്ളൂ, അത് സർവശക്തൻ മാത്രമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മോശയും ജനവുമായി ദൈവം വീണ്ടും ഒരു കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് വന്നു. ഇവിടെ നമ്മൾ കണ്ട 3 വ്യക്തിത്വങ്ങളും പഴയ നിയമത്തിലെ വ്യക്തികളായിരുന്നു. അർത്ഥം, പഴയ നിയമത്തിലെ ഈ ഒരു കവനന്റ് റിലേഷൻഷിപ്പിന് ദൈവം ഒത്തിരി പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് കാണുവാൻ കഴിയും. ഈവൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്സ് God has given so much importance for a covenant relationship with his people and the persons who elect to do something in his name. Hallelujah. Amen. എന്നാൽ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ജെരമ്യ പ്രവചനം 31 അധ്യായം അതിന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാമോ? അതൊരു പ്രോഫസിയാണ്. യെരമ്യാവ് 31 31 മുതലുള്ള വാക്യങ്ങൾ. ജെരമ്യ ചാപ്റ്റർ 31. എന്നാൽ ഈ കാലം കഴിഞ്ഞതിന് ശേഷം വായിച്ചോ Praise the Lord. ഈ പഴയ നിയമം ഒക്കെ
ഇങ്ങോട്ട് കഴിഞ്ഞു വന്നതിന് ശേഷം യിരെമ്യാ പ്രവാചകനിലൂടെ പുറത്തു വരുന്ന ഒരു പ്രവചന ശബ്ദം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യും. ഇപ്പൊ പഴയ നിയമം മാറി, ഞാൻ ഐ ആം ഗോയിങ് ടു ഡു എ ന്യൂ കവനന്റ് വിത്ത് മൈ പീപ്പിൾ. ഞാൻ അവരുടെ പിതാക്കന്മാരുടെ കൈക്ക് പിടിച്ച് മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞുവെന്ന് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം എന്നെ ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. പഴയ കവനന്റ് മാറിയതിനു ശേഷം ഇതാ ഒരു പുതിയ കവനന്റിന്റെ ഒരു പ്രോഫസി യെരെമ്യായിലൂടെ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. നമുക്കറിയാം, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിക്കുന്നുവെന്ന് നമുക്ക് ഇത് ആത്മീകമായി തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു വാക്യമാണ്. നമുക്ക് ഹല്ലേലൂയ, നമുക്ക് അടുത്ത വാക്യങ്ങൾ, അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. കവനന്റ് ഓഫ് ബ്ലഡ്. നമുക്ക് ആർക്കെങ്കിലും വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം അതിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. വായിച്ചോട്ടെ. പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. For this is my blood of covenant which is poured out of many for forgiveness of sin. ഇതാ യിരെമ്യാ പ്രവചനത്തിൽ പറഞ്ഞു, ഇതാ ഒരു പുതിയ നിയമം വരുന്നു. കർത്താവായ യേശു ക്രിസ്തു അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എഴുന്നേറ്റു, ഇതെന്റെ ശരീരം, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ രക്തം, ഇത് പുതിയ നിയമത്തിലുള്ള രക്തം. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലെ കവനന്റ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാണ് ഈ നിയമം ബൈൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, വാഴ്ചകൾ വിറയ്ക്കുന്ന, അധികാരങ്ങൾ ഭയപ്പെടുന്ന, കർത്തൃത്വങ്ങൾ ഓടിമാറുന്ന, സിംഹാസനങ്ങൾ വെച്ചിട്ടു പോകുന്ന, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ ഒരു കവനന്റ്, അതാണ് പുതിയ നിയമ വിശ്വാസിയുടെ കവനന്റ് എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ വിശ്വാസ ജീവിതം ഒരു കളിയല്ല. എല്ലാവരെയും ചേർക്കാൻ അല്ല താൻ വരുന്നത്, കവനന്റിലായിരിക്കുന്നവരെ ചേർക്കുവാൻ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് ജസ്റ്റ്. എല്ലാരും മനുഷ്യരല്ലേ, എല്ലാവർക്കും ഹല്ലേലൂയ അവകാശങ്ങളില്ലേ. ദൈവം ഒരു കോപിഷ്ഠനായ ദൈവമാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യായുസ് മുഴുവനും മോനെ സത്യം ഇതാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടും ചെവിക്കൊള്ളാത്തവന് നാശയോഗ്യന്മാർക്ക് നരകവും. എന്നാൽ ഹല്ലേലൂയ ജീവിതത്തിൽ പ്രതികൂലങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ആണെങ്കിലും ആ കവനന്റിൽ ഉള്ളിൽ കടന്നു വന്നവർക്ക് മധ്യാകാശത്തിൽ വിരുന്നുമൊരുക്കുന്നവനെ ഒരിക്കലും അൺജസ്റ്റ് എന്ന് പറയുവാൻ കഴിയില്ല. ഹി ഈസ് ടോട്ടലി ജസ്റ്റ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? While they were eating, Jesus took bread and when he had given thanks, he broke it. He was knowing he is going to get broken in the Calvary, but he still broke it because he want a covenant with you and me. ഹല്ലേലൂയ. അപ്പമെടുത്ത് മുറിക്കുമ്പോൾ താൻ അറിഞ്ഞിരുന്നു, കാൽവറിയിൽ ഞാൻ മുറിക്കപ്പെടുവാൻ പോകുക. പക്ഷേ കവനന്റ് ഓർത്തപ്പോൾ ഹല്ലേലൂയ, രോമം കത്രിക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ താൻ സകലതും തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. And gave it to his disciples saying, take and eat, this is my body. Then he took a cup and when he had given thanks, he gave it to them saying, drink from it all of you. Praise the Lord. പാമരനെന്നില്ല, പണക്കാരനെന്നില്ല, drink all of you. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് തുറകളിലുമുള്ളവന് ക്രിസ്തുവിലേക്ക് അടുത്തു വരാം. Drink all of you. Hallelujah. This is my blood of covenant which is poured out for many for the forgiveness of sin. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ജീവിതത്തിൽ മറ്റ് എന്ത്
പണയം വെച്ചാലും ഇത് നിങ്ങൾ നേടിയെടുത്താൽ അതൊക്കെ നിങ്ങൾക്ക് ലാഭമാണ്. തിരുവചനത്തിൽ ഒരു ഉപമയെ പറ്റി പറയുന്നു. ഒരാൾ ഒരു വിലയേറിയ മുത്ത് കണ്ടുപിടിച്ചു. തനിക്കുള്ള സകലതും വിറ്റ് ആ നിലം വാങ്ങി. അതാണ് ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നവനെ സ്വർഗം വിളിക്കുന്നത്. ആ സകലതും വിട്ടുമാറി, സകലതിനെയും ഉപേക്ഷിച്ച്, കഴിഞ്ഞ നാളുകളിൽ തന്ന സുഖങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ തന്ന കംഫർട്ടുകളെ, കഴിഞ്ഞ നാളുകളിൽ ചേർന്ന് നിർന്ന ഫ്രണ്ട് സർക്കിളിനെ വെട്ടിമാറ്റിയിട്ട് ഐ എം ഗോയിങ് ടു ടേക്ക് ദാറ്റ് വിലയേറിയ മുത്ത്. അതാണ് സ്വർഗരാജ്യം. Praise the Lord. Hallelujah. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 15 ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? എബ്രായർ 9:15. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. ജീസസ് ഈസ് ദ മീഡിയേറ്റർ ഓഫ് ന്യൂ കവനന്റ്. മദർ മേരി won't come near to that. No saints come near to that. It's only Jesus who is the mediator in the new covenant. Praise the Lord. Hallelujah. നമുക്ക് അടുത്തൊരു വാക്യം വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഓ ഹല്ലേലൂയ. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ നാം അടുത്തു വരേണ്ട, വിളിക്കേണ്ട ഒരു നാമം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു ഏരിയയിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ ഞാൻ എന്തു ചെയ്യണം? ഒരു കൺവിക്ഷൻ ലഭിച്ചതിന് ശേഷവും രക്ഷിതാവായി സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ, ഇന്ന് പകല് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണ് ടു കം ടു ക്രൈസ്റ്റ്. ഹല്ലേലൂയ. To come to the covenant with Christ. But remember, there are conditions when you come inside the covenant. If you want to come inside the covenant, മറ്റൊരുത്തനും രക്ഷയില്ല. ആ വാക്യം ഒന്ന് വായിക്കാമോ? മറ്റൊരുത്തനിലും രക്ഷയില്ല. Praise the Lord. ആമേൻ. അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ സിസ്റ്റർ? Yes. Amen. Hallelujah. Because there is no other name amongst the men to get saved. That's only Lord Jesus Christ. എന്തിനാ വിശ്വാസ സമൂഹത്തോട് ഇത് പറയുന്നത്? ഇന്ന് നമ്മുടെ വിശ്വാസം ഒന്ന് ഉറയ്ക്കണം. ഹല്ലേലൂയ. നല്ല കാറ്റടിക്കുമ്പോൾ പൊടിപടലങ്ങൾ ഹല്ലേലൂയ വീട്ടിൽ അടിക്കുന്നത് പോലെ ആത്മീക യാത്രയിൽ പല പൊടിപടലങ്ങൾ നമ്മുടെ വിശുദ്ധ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത് നമുക്ക് നല്ലതാ. ആരാണെന്നൊരു ഉറപ്പ് വരാൻ, എന്താണെന്നൊരു ധൈര്യം വീണ്ടും പ്രാപിക്കുവാൻ നാം വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം അത് വൃഥാവല്ല, അത് നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നതാണ്. Praise the Lord. Cross is the place where God establishes new covenant. ഇന്ന് ആരെങ്കിലും കൺഫ്യൂഷൻ ആയിരിക്കുന്നെങ്കിൽ മുറിയിലേക്ക് ചെന്ന്, നിങ്ങളുടെ വീട്ടിൽ ചെന്ന്, imagine a cross in front of you, not just a cross, the cross which Lord Jesus were crucified. ഒരു ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ ഒന്ന് ഹൃദയത്തിലേക്ക് ഇമാജിൻ ചെയ്യും. Start speaking to Lord Jesus just like he is in front of you. Because cross is the place where God established a new covenant. Ask Lord Jesus Christ, Lord, what should I do? You will surely hear the word from his mouth. Hallelujah. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം, ആത്മാർത്ഥതയോടുകൂടെ ഇന്ന് രാത്രി തിരുസന്നിധിയിലേക്ക് ചെന്ന്, കർത്താവേ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ സംസാരിക്കുന്ന ഒരു അധരമുള്ളവനുണ്ട്. അവന്റെ പേര് നസ്രയനായ യേശു എന്ന. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 27 അതിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? Then the soldiers of the governor took Jesus into Praetorium and gathered unto him the whole band. വായിച്ചേ സർ. And they stripped him. Praise the Lord. അടുത്ത വായിച്ചേ. And put on him a scarlet of robe. അവിടെ എഴുതിയിരിക്കുന്നു, and they stripped him before he go to cross. They stripped him. തന്റെ വസ്ത്രം അഴിച്ചു. But he is going to come back. ഹല്ലേലൂയ. അവൻ മടങ്ങി വരുന്നത് തിളങ്ങുന്ന വസ്ത്രങ്ങളോടെ, രാജവസ്ത്രങ്ങളോടുകൂടിയാണ്. അവൻ ക്രൂശിലേക്ക് കയറിയത് വിത്തൗട്ട് ഹല്ലേലൂയ a proper dress, but he will come back with his hallelujah kingdom cloth. Praise the Lord. അടുത്ത വായിച്ചേ.
And they planted a crown of thorns. He went to cross with thorns in his head, but he is coming back as a king with, hallelujah, കിരീടത്തിൽ എന്താ ഇംഗ്ലീഷ്, with a crown in it, hallelujah. He went to cross with the thorns in his head. The blood was shedding, and that was for you. But remember, he is not going to come back just like that. He is going to come as a king. Hallelujah. Praise the Lord. അടുത്ത വായിച്ചോട്ടെ സിസ്റ്റർ. And they kneeled down before him and mocked him. Hallelujah. But when he come back, തിരുവചനം പറയുന്നു, സകല ജനവും അവന്റെ മുൻപിൽ മുട്ടുമടങ്ങും. Hallelujah. അവൻ ക്രൂശിലേക്ക് പോയപ്പോൾ അവർ കളിയാക്കിക്കൊണ്ട് മുട്ടുമടക്കി. But when he come back, all the knees shall bow and praise him. Hallelujah. നാം പ്രതീക്ഷ വെച്ചിരിക്കുന്ന പ്രത്യാശ അത് വൃഥാവല്ല. ഇന്നത്തെ എന്റെയും നിങ്ങളുടെയും സാഹചര്യത്തിന് മുക്കിക്കളയുവാൻ കഴിയുന്നതല്ല നമ്മുടെ ആത്മീക ജീവിതം. കാരണം ഇത് ഒരു covenant relationship. എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരവാദിയുണ്ട്. There is a responsible person for you and me, not in the earth but in the heaven. Hallelujah. എനിക്കും നിങ്ങൾക്കുമുള്ള കണക്ഷൻ അത് ലോക്കൽ കണക്ഷൻ അല്ല, അത് സ്വർഗവുമായിട്ടുള്ള കണക്ഷൻ. Hallelujah. അടുത്ത വായിച്ചോട്ടെ സിസ്റ്റർ. വായിച്ചോട്ടെ സിസ്റ്റർ. വായിച്ചോട്ടെ, കണ്ടിന്യൂസ് വായിച്ചോട്ടെ. Praise the Lord. ഈ പങ്കപ്പാടുകളൊക്കെ കർത്താവ് അനുഭവിച്ചത് തനിക്കൊരു കൂട്ടത്തെ വേണം, to make a covenant with his blood. Hallelujah. നിങ്ങൾക്കറിയാമോ, പിശാചുമായി ബ്ലഡ് കവനന്റിൽ വരുന്ന ഒരു 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 തലമുറയിലാണ് നാം ഇപ്പൊ ആയിരിക്കുന്നത്. ഈ തലമുറയല്ല, ഒത്തിരി നാളുകൾക്ക് മുമ്പുണ്ട്. A covenant with Lucifer. നിങ്ങൾ കേട്ടിട്ടില്ല? പല ഗെയിമിങ്ങിനകത്ത് എനിക്കൊന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തന്നു. പല ഗെയിമുകൾ അത് ലോഗിൻ ചെയ്യണമെങ്കിൽ അതിന്റെ അഡ്മിൻ ആരാന്ന് പോലും അറിയത്തില്ല. You can contact them. There is an anonymous person who will contact you back. അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു വെള്ള പേപ്പറിൽ കൈമുറിച്ച് നമ്മൾ സൈൻ ചെയ്യുന്നത് പോലെ thumb impression കൊടുത്ത് we have to scan it and send it back. Then only you can play that game. Once you have done, you are a covenant with Lucifer. There is no, I cannot say there is no way back, but the way back is very difficult. എന്നാൽ കർത്താവ് ഇന്ന് പകൽ നമ്മളോട് പറയുന്നത്, മോനെ, ഒരു കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് വാ. എനിക്ക് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ ഉള്ളതുപോലെ എനിക്ക് നിന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ചകളിൽ മാത്രം പൗഡറിട്ട മുഖം കാണിക്കാനല്ല ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഐ വോണ്ട് യുവർ ഓൾ ലൈഫ്, ഓൾ ദ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. ക്യാൻ യു സബ്മിറ്റ് in very this moment? കർത്താവേ, ഞാൻ എന്റെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കുന്നു. I want a covenant relationship. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആ ഒരു കവനന്റ് എവിടെയെങ്കിലും വെച്ച് ഒന്ന് തകർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ മടങ്ങി വരുവാൻ ദൈവം നമുക്കൊരു അവസരം തരുന്നു. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കുവാൻ ഇനി അധികം സമയമില്ല. കുഞ്ഞുകളികൾ മാറും, യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുവാൻ സമയമായി. ഇന്ന് നാം എടുക്കുന്ന തീരുമാനം, today's decision will bring us to our destiny. And our destiny is not hell, but it's heaven. Hallelujah. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. Hallelujah. Rabba Shantunia Lagasia. Lamshaskana Maude Lagasia Antonia. Orikama Shantunia. അന്യഭാഷകളെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് ഇതിനുള്ളിൽ ചലിക്കുന്നുണ്ട്. വചനം അതിന്റെ തനിമയിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് ഈ അന്തരീക്ഷത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. Oh, the word is working in this place. The spirit is working in this place. ഇന്ന് പകലിൽ ഒരു കവനന്റ് റിലേഷൻഷിപ്പ്, ഒരു 2025 തുടക്കത്തിൽ ഒരു കവനന്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിൽ അവിശ്വാസിയായിരിക്കുന്ന വ്യക്തിയെ ഒന്ന് ഓർത്തിട്ട്, ദൈവമേ, ഒരു കവനന്റിലേക്ക് ഞാൻ വരുന്നു, ഈ വ്യക്തിയെ എനിക്ക് നേടണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി ഒന്ന് പറഞ്ഞു, ദൈവമേ, എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ഐ എം ഗോയിങ് ടു കം എ കവനന്റ് വിത്ത് യു. ഹല്ലേലൂയ. നിങ്ങളുടെ തകർന്നു പോകുന്ന ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ
Take that in your mind and ask God, Lord, in this area, I want to establish a covenant with you. കർത്താവേ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഏരിയകളിൽ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ, come on, this is the time. Bring it in front of the Lord and tell Lord, Lord, I want to make a covenant in this area because I want victory. Hallelujah. Rabba Shandana. Come on. നിങ്ങളുടെ രോഗങ്ങളെ മുമ്പിലോട്ട് കൊണ്ടുപോവാ, നിങ്ങളുടെ പരാജയങ്ങളെ മുമ്പിലോട്ട് കൊണ്ടുപോവാ, നിങ്ങളുടെ ജീവിതത്തിന്റെ നെടുവീർപ്പുകളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവാ. Lord, I want to make a covenant. നിങ്ങളുടെ തോൽവികളെ, നിങ്ങളുടെ നിരാശകളെ, നിങ്ങളുടെ മടുപ്പുകളെ, നിങ്ങളുടെ ഇല്ലായ്മകളെ സകലതും കൊണ്ടുപോവാ. Lord, I want to make a covenant in this area because I know the covenant is very strong because that is made with your own blood. ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തം ഇന്ന് പകലിൽ ചിലരെ നോക്കിക്കൊണ്ട് മോനെ കടന്നുവാ, മോളെ കടന്നുവാ. Come on, come to a covenant with me. ഇന്നൊരു അസാധാരണമായ ആത്മസാന്നിധ്യം ചലിക്കുകയാ, അടക്കി വെക്കാതെ. Come on, receive the power of the Holy Ghost. ഉറാബാകാസിയ അമ്പേ നമൗഡ അത്തന മൗഷി അതിനകാദരസിയ റീവശന്തനെ റീകാദരവബവ ഓരിദാന. കുഞ്ഞുങ്ങളൊക്കെ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. Come on children, കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. റിയ ശാന്തുനിയ അസ്കേന മൗഢിയ അടകം ജാലന